ഇനി ശബരിമലയിലേക്ക്. ബഹുജനം പലവിധം എന്ന് പറയും പോലെ ശബരിമല സന്നിധാനത്തെത്തിയാൽ വിവിധ സ്വഭാവക്കാരായ മനുഷ്യരെ നമുക്ക് കാണാം. ചിലർ വളരെ ശാന്തരായിരിക്കും, മറ്റു ചിലർ ദേഷ്യക്കാരായിരിക്കും. കുറച്ച് ദേഷ്യക്കാരൻ തോന്നുന്ന ഒരുപറ്റം സ്വാമിമാരെ കാണാം. സന്നിധാനത്ത് തീർത്ഥാടന കാലം സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അല്പം വില്ലൻ പരിവേഷത്തിലേക്ക് മാറുന്ന ചില മനുഷ്യരുടെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അവരെ നമുക്ക് പരിചയപ്പെടാം. ഒരു മിനിറ്റ് 74 ഭക്തർ. ഇത്രയും പേരെ ഒരുമിച്ച് പടി കയറ്റി വിടണം, എന്നാലേ തിക്കും തിരക്കും ഇല്ലാതെ ദർശനം നടത്താൻ കഴിയൂ. കാര്യമൊക്കെ ശരി, എന്നാലും ഇങ്ങനെ തള്ളണോ? പടിയിലൊന്ന് തൊട്ട് തൊഴുത് വരുമ്പോഴേക്കും ഒറ്റപ്പിടി, വേഗം കയറൂ എന്ന ആജ്ഞ. എന്ത് ക്രൂരന്മാരാണിവർ! ഭക്തരിൽ ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായം ഇങ്ങനെയാണ്. വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. അത്രയും ബുദ്ധിമുട്ടിട്ട് നമ്മൾ അങ്ങനെ വരുന്നത്. ഒന്ന് പടി തൊടാനും വിടുന്നില്ല, ദൈവത്തിന് പ്രാർത്ഥിക്കാനും വിടുന്നില്ല, അത് വിഷമല്ലേ? തീർത്ഥാടകർക്ക് കുറച്ചു പേർക്കെങ്കിലും തോന്നിക്കാണും സന്നിധാനത്തെത്തിയാൽ ഈ സാറുമാർക്ക് എന്താണ് ഇങ്ങനൊരു പ്രശ്നമെന്ന്. നമ്മൾ സാറുമാരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. 75-80 പേരെങ്കിലും ഒരു മിനിറ്റിൽ കയറ്റണം. അത് ആ ഫ്ലൈ ഓവർ നിറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോർമലി വരുന്ന കണക്ക് തന്നെയാണ്. അയ്യോ, ഒരു ദോഷമില്ല. നമ്മളെ പണി എന്താ വെച്ചാൽ ഇവര് പോയില്ലെങ്കിലും അടുത്ത ആൾക്കാരെ കയറ്റാൻ പറ്റൂല. നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ഒരാളും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യില്ലല്ലോ. നമ്മൾ ഇവരെ തീർത്ഥാടനം സുഖമാക്കാൻ വേണ്ടി മാത്രമേ അങ്ങനെ ചെയ്യണമെന്നുള്ളൂ. പെട്ടെന്ന് ഇത്ര കണക്കുണ്ടല്ലോ ആൾക്കാരെ കയറ്റി വിടണമെന്നൊക്കെ. അപ്പൊ അതിനുവേണ്ടി ഡ്യൂട്ടി ചെയ്യുന്നൊന്നുമില്ല, അല്ലാതെ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് കൂടുതൽ ആളുകളെ തൊഴാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ല, അങ്ങനെ അവർ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഒരു ഭക്തി നിർഭരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അയ്യപ്പന്മാർ അങ്ങനെയാണ് കാണുന്നത്. പോലീസ് അവരുടെ ജോലിയല്ലേ ചെയ്യുന്നതെന്ന് ചിലർ. ഒരു പ്രശ്നമല്ല, വളരെ നല്ല വൃത്തിയില് ദർശനം കിട്ടി. ഇല്ല, ഞങ്ങൾക്ക് ഒന്നും തോന്നിയിട്ടില്ല. ഭഗവാനെ കാണണം എന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ. പോലീസുകാർ ഞങ്ങൾ ദ്രോഹിക്കുന്നില്ലല്ലോ, അതാരോ പറഞ്ഞു. നല്ല പോലീസുകാരൊക്കെ നല്ല അടിപൊളി നല്ല സഹകരിക്കുന്നുണ്ട്. ഓരോ ഡ്യൂട്ടി ചെയ്യല്ലേ, അതുണ്ടാവൂലേ. കാര്യം ഇത്രയും തിരക്ക് വരുന്നതിനിടെ അവർ മാനേജ് ചെയ്യുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. കഴിഞ്ഞ പ്രാവശ്യത്തെ സൂപ്പർ ഇയർ ரொம்ப. ആരോടും ഒരു ദേഷ്യവുമില്ല. മുന്നിലുള്ള എല്ലാവർക്കും സുഗമമായി ദർശനം നടത്താൻ കഴിയണമെന്ന് മാത്രമാണ് തങ്ങളുടെ ആഗ്രഹമെന്നാണ് പോലീസ് പറയുന്നത്. തിരക്ക് നിയന്ത്രിക്കുമ്പോഴും കുറച്ചൊക്കെ മയമാകാമെന്നാണ് ഭക്തരുടെ അഭിപ്രായം. സന്നിധാനത്ത് നിന്നും അനന്തു ബി നായർക്കൊപ്പം YS അഭിനന്ദ്, 24. ഒരുപാട് ശബരിമലയിൽ ഈ മകരവിള കാലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഏറ്റവും സേവനം അനുഷ്ഠിക്കുന്ന വലിയൊരു ജനവിഭാഗമാണ് ഈ പോലീസുകാരെന്നുള്ളത്. പോലീസുകാരും അവിടെ അയ്യപ്പൻ ഭക്തന്മാരാണ്. അയ്യപ്പസ്വാമികൾ പോലെ തന്നെയാണ് പോലീസുകാരും പെരുമാറുന്നത്. പോലീസുകാരുടെ അവിടുത്തെ ജോലി സമാനതകളില്ലാത്ത ജോലിയാണ്. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.